ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് 75 വയസ്സ് തികയുകയാണ്. പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ട 2 പേരെ രക്ഷിക്കാനായിട്ടായിരുന്നു MM ലോറൻസ് അടക്കമുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, KJ മാത്യു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള പോലീസിൽ നിന്ന് തന്നെ വിരമിച്ച ജോസ് നമ്മളോടൊപ്പമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ 75 വർഷമാണ് അവരുടെ സമര പോരാട്ടത്തിന് നടക്കുന്നത്. അപ്പം 75 വർഷമായി താങ്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 75 വർഷമായി അച്ഛനെ നഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചോ അല്ലെങ്കിൽ ഡൈയിങ് ഇൻ ഹാർനസിൽ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയോ എന്ന് നോക്കുന്നത് കിട്ടിയില്ല. എനിക്ക് 33-ാമത്തെ വയസ്സിലാണ് ഒരു സർക്കാർ സർവീസ് കിട്ടിയത്. അത് ഡൈയിങ് ഇൻ ഹാർനസിൽ എനിക്ക് പൊതുമരാമത്ത് വകുപ്പിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അച്ഛനെ ഓർക്കുന്നത്, അച്ഛനെ പറ്റിയുള്ള ഓർമ്മ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ യൂണിഫോം ഇട്ട ഒരു ഫോട്ടോയാണ്. അത് ഞാൻ ഒത്തിരി വില കൽപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് ആകമത്തുള്ള എൻ്റെ സന്തത സഹചാരി എൻ്റെ പേഴ്സിലൊക്കെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും എൻ്റെ ആവത്തുകളിലൊക്കെ ഒത്തിരി പേരുടെ മുമ്പിൽ ഒത്തിരി അവഹേളന പാത്രമായിട്ട് വളർന്നിട്ടുണ്ട്. കാരണം അച്ഛൻ മരിക്കുമ്പോൾ അമ്മ എന്നെ 1 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വടക്കൻ പറവൂർ, ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ വടക്കൻ പറവൂരാണ് എൻ്റെ അച്ഛനെ അടക്കിയത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ അച്ഛനെ മിസ് ചെയ്യുമോ, അങ്ങനെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടൊന്ന് കാണണം എന്നൊക്കെ തോന്നിയൊരു ഘട്ടമുണ്ട്? പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു പോലീസുകാരൻ, എൻ്റെ അപ്പം പോലീസുകാരനായിരുന്നു, ധീരനായിരുന്നു. നിങ്ങളുടെ ഇടപ്പള്ളി കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ അമ്മ എനിക്ക് ഈ ഒരു ഫോട്ടോയും തന്ന് ഇങ്ങനെ മലബാർ മെയിൽ എന്ന് പറഞ്ഞൊരു പഴയ പത്രത്തിൻ്റെ ദീപി എന്നൊക്കെ പറഞ്ഞതിൻ്റെ പഴയ പത്രത്തിൻ്റെ 1-2 കട്ടിങ്സ് അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അമ്മ വേദനയോടുകൂടി ആയിരിക്കും. ഞാനതെങ്ങനെ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയ അപ്പൻ ഇങ്ങനെ എന്താണ്, അപ്പനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ജയിലറയുടെ താക്കോല് പുള്ളിയുടെ അണ്ടർ ഗാർമെൻറ്റ്സിൽ നിന്ന് താഴെ വീണത് എന്ന് ഒരു പറയുന്നത്. കാരണം ആരൊക്കെയോ പറഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടന്ന പോലീസുകാരൻ ആയിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ ഉറങ്ങിയതായിട്ട് അമ്മ പറയാം, ഡ്യൂട്ടി ചെയ്തൊരു മനുഷ്യനാണ്. ചിലരിങ്ങനെ വളച്ചൊടിക്കണൊക്കെ ആയിട്ടിപ്പോഴത്തെ IG എന്തോ ഒരു റിപ്പോർട്ടിൽ ഞാനത് വായിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഒരു ധീരനായൊരു മനുഷ്യനാണ് അവസാനം വരെ പൊടി നിന്നു. അത് പിൽക്കാലത്ത് MM ലോറൻസുമായിട്ട് ഞാൻ ഒരു തുല്യനായ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹവും ഞാനുമായിട്ടൊരു ബന്ധം. സാറെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ്റെ മടിയിൽ കിടന്ന് ഞാൻ വളർന്നു. അപ്പോൾ ഒരു വയോധികൻ, ആ ഒരു സ്നേഹം എനിക്ക് മരണം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോഴും ഞാൻ പോയിരുന്നു. പലരും പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റ്. അതിനെപ്പറ്റി പോയിക്കോട്ടെ, ഓരോരുത്തർ പറയുന്നതിനകത്ത് ഞാൻ അതുവരെ തന്നെ KC മാത്യുവിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഞാൻ പോയിരുന്നു. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു സമാധാനം അല്ലാണ്ട് അങ്ങോട്ട് എനിക്ക് വൈരാഗ്യമില്ല. കാരണം ഒരു വിപ്ലവം നടന്നത് KJ മാത്യു കോൺസ്റ്റബിളിനെ കൊല്ലാനായിട്ടല്ല വരുന്നത്. ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് അവർ വന്നു. അതിൽ പെട്ടുപോയത് എൻ്റെ അപ്പനാണ്. അല്ല, ഞാൻ ഈ പറയാൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ചോര വാർന്നാണ് മരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഒരുപക്ഷേ ഇന്നത്തെ കൂട്ട് വല്ല ആംബുലൻസോ വല്ലതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, വലിയ ആധുനിക സൗകര്യങ്ങളുണ്ടായിരുന്നു, ഒരുപക്ഷെ എൻ്റെ അപ്പം ജീവിക്കുമായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ അമ്മയോ ഒത്തിരി പേര് വേദനിപ്പിക്കുമോ, അവൻ അപ്പൻ ജനിച്ചപ്പോൾ തന്നെ അപ്പൻ്റെ തലയും കൊണ്ട് വന്നവനാണ്. ഒരു പക്ഷേങ്കിലും ഞാൻ ചിലർ പറയാറ് ഒരു ശാപം കിട്ടിയ ഒരു മനുഷ്യൻ. അമ്മ ഒരു വിധവ. പലപ്പോഴും ഈ യാഥാസ്ഥിക കുടുംബമായാണ് അമ്മയെ പലതിനകത്തുനിന്ന്. ഇപ്പോൾ കല്യാണങ്ങളെ അന്നത്തെ കാലമാണ് കേട്ടോ, 50 കാലങ്ങളിൽ അമ്മയൊക്കെ ഒരു കല്യാണത്തിന് പോലും അമ്മയെ കൊണ്ടുപോകില്ല. കാരണം അമ്മ അടുക്കളയ്ക്കകത്ത് മാത്രം ജീവിക്കുമ്പോൾ ഒത്തിരി വേദന സഹിച്ച സ്ത്രീയാണെന്ന് എനിക്കറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കാരുണ്യം എന്നൊരു വിത്ത് അമ്മ പാകിയിട്ടാണ് പോയി. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനെ വലിയ രീതിയിൽ ആചരിക്കുമ്പോൾ അവിടെ KJ മാത്യു കൂടെ അനുസ്മരിക്കപ്പെടണമെന്ന് കരുതുന്നില്ലേ? അത് ആഗ്രഹിച്ചിരുന്നു അമ്മ. ഇപ്പം വാസ്തവത്തിൽ അവിടുത്തെ രക്തസാക്ഷി എൻ്റെ അച്ഛനാണ് അല്ലേ. ഈ വേലായുധൻ എന്ന് പറഞ്ഞ ആളും മാത്യു എന്ന് പറഞ്ഞ ആളാണ് രക്തസാക്ഷി. അപ്പോൾ അവർ മറന്നുപോയതിനകത്ത് കഴിഞ്ഞ ദിവസം ഈ പിയേഴ്സൺ, എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഞാൻ പോയിട്ടുള്ള പിയേഴ്സൺ എഴുതിയതിനകത്ത് പുള്ളി ഈ മരിച്ചവരെ പറ്റി അധികം അവരാരും എഴുതിയില്ല. അവരുടെ രാഷ്ട്രീയ നിലപാട് അതായിരിക്കാം. അതിനൊക്കെ അവരോട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഈ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ വലിയ രീതിയിൽ അത് ആചരിക്കപ്പെടുമ്പോൾ KJ മാത്യു എന്ന കൊല്ലപ്പെട്ട കോൺസ്റ്റബിളിനെ കൂടെ അതിൽ അനുസ്മരിക്കണമെന്നും ആ ഒരു ഓർമ്മകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്ന് തന്നെയാണ് മകനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.